ചൈനയിൽ വീണ്ടും പനി പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഗർഭിണികൾ, പ്രായമുള്ളവർ, ഗുരുതര രോഗമുള്ളവർ മാസ്ക് ധരിക്കണം. ആശങ്കിക്കേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, എന്താണ് ഈ ചൈനയിൽ നിന്നുള്ള പുതിയ രോഗബാധ? അജിംസ, ഈ നിലവിൽ ചൈനയിൽ എന്ത് രോഗം പടർന്നു പിടിച്ചാലും ഇപ്പോൾ പൊതുവിൽ ലോകത്ത് മുഴുവൻ അത് വലിയ ആശങ്കയായിട്ട് മാറാറുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലടക്കം വലിയ ആശങ്കയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഒരു സാഹചര്യമുണ്ട്, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് ചൈനയിൽ എന്ത് സംഭവിച്ചാലും കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഇരിക്കുന്ന ആളുകൾക്ക് വലിയ ഭയവും പേടിയും ഒക്കെയാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ചൈനയിൽ വലിയ തോതിൽ ഈ പനിയും മറ്റ് ന്യൂമോണിയയും മറ്റ് അനുബന്ധ അസുഖങ്ങളും വലിയ തോതിൽ ഔട്ട് ബ്രേക്കായിട്ട് പടർന്നു പിടിക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ ആരോഗ്യവകുപ്പ് വലിയ ജാഗ്രതയോടുകൂടിയാണ് നോക്കിക്കാണുന്നതെന്നാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. വലിയ മഹാമാരിയാകാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതോ ആയ വൈറസുകളെ കുറിച്ചൊന്നുമുള്ള റിപ്പോർട്ടുകൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഒരു 3 തരം വൈറസ് ചൈനയിൽ വലിയ തോതിൽ പടർന്നു പിടിക്കുന്നുണ്ട്. അത് പല ആളുകൾക്കായിട്ട് പനിയും മറ്റ് അസുഖങ്ങളും ന്യൂമോണിയയും അടക്കം പിടിച്ച് ചികിത്സ തേടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത ആരോഗ്യവകുപ്പ് കാണുന്നത് മലയാളികൾ അടക്കമുള്ളവർ ചൈനയിലുണ്ട്. ചൈനയിൽ മാത്രമല്ല, ലോകത്ത് വിവിധ ഇടങ്ങളിൽ മലയാളികളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വൈറസുകൾ കൂടുതലായിട്ടും മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചാൽ കേരളത്തിലേക്ക് ഇവർ കൂടി വരുമ്പോൾ, പ്രവാസികളായിട്ടുള്ള ആളുകൾ കേരളത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലും പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പ്രിക്കോഷൻസും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുകൂടി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിക്കുന്നുണ്ട്. ഇനിയൊരു കോവിഡ്-19 കൂടി അല്ലെങ്കിൽ ഇനിയൊരു കോവിഡ് കൂടി കേരളത്തിലേക്ക് വന്നാൽ അതിനെ നേരിടാനും ആരോഗ്യവകുപ്പ് സജ്ജമാണ് എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൈനയിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുണ്ട്, അതുകൊണ്ട് നാം ആശങ്കപ്പെടേണ്ടതില്ല, ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. അജിംസ്, ശരി.